നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ കുറച്ച് ലേറ്റസ്റ്റ് ഫംഗ്ഷൻസ് ആണ്. ലേറ്റസ്റ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് office.com ആണ്. office.com യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമുക്ക് ഏത് ഫംഗ്ഷൻസും ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സൽ വേർഷൻ ഏതും ആയിക്കോട്ടെ, എത്ര ഓൾഡസ്റ്റ് വേർഷൻ ആണെങ്കിലും office.com യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ലേറ്റസ്റ്റ് ഫംഗ്ഷൻസും അവിടെ അവൈലബിൾ ആയിരിക്കും. office.com എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ആർക്കും യൂസ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ലോഗിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേർഡ്, പവർ പോയിന്റ്, എക്സൽ, അതുപോലെ തന്നെ ടീംസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ office.com യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. അതായത് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ office.comൽ പോയിട്ട് നമ്മുടെ എക്സലിലെ വർക്ക് എന്താണോ അത് ചെയ്തതിന് ശേഷം, അതായത് പുതിയ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്ന് അറിയണ്ടേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് office.com യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ എടുക്കുക, office.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമുക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഓക്കെ, ഓൺലൈനിലാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത്. office.com എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനിലായിരിക്കും എത്തുക. ഇവിടെ സൈഡിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം. വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഔട്ട്ലുക്ക്, വൺ ഡ്രൈവ്, അതേപോലെ ടീംസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എക്സലാണ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് ഈ ഷീറ്റ് വെച്ചിട്ടാണ്. നമുക്കിവിടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് വന്നിട്ടുള്ളത്. അതായത് നെയിമും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് നമ്പറും ഒരേ സെല്ലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് ഞാൻ ഈ ഒരു സെല്ലിലേക്കാണ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്നടിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് TextSplit ആണ്. അപ്പോൾ ഈ TextSplit എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ 2021 വേർഷനിൽ അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഷൻ ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ Office 365 അങ്ങനെയൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പ് വേർഷനിൽ തന്നെ ഈ ഫംഗ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. TextSplit എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതാ കാണാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇടേണ്ടത് സെമിക്കോളൻ ആണ്. അത് കഴിഞ്ഞ് എന്താണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അതായത് സ്പേസ് ആണ് ഇവിടെ ഒരു സെപ്പറേറ്റർ ആയിട്ടുള്ളത്, അല്ലേ? ആ സ്പേസ്, അതായത് അതിന് ഡീലിമിറ്റർ എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതായത് കോഡ്സിനകത്ത് വേണം സ്പേസ് ഇട്ട് കൊടുക്കുന്നു, ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഉണ്ടോ, നമ്മുടെ രണ്ട് ഡാറ്റയും, അതായത് ടെക്സ്റ്റും നമ്പറും സെപ്പറേറ്റ് കോളത്തിൽ വന്നു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫോർമുല താഴേക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ട, എല്ലാ ടെക്സ്റ്റും നമ്പറും നമുക്കിവിടെ രണ്ട് കോളത്തിലേക്ക് തന്നെ റിട്ടേൺ ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാം, അല്ലേ? ഇനി ഈ TextSplit എന്ന് പറയുന്ന സംഭവം സ്പേസിന് വേണ്ടി മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നമുക്ക് അടുത്ത ഷീറ്റിലേക്ക് പോവാം. ഈ ഒരു ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോമയുണ്ട്, സ്പേസും ഉണ്ട്. അപ്പോൾ അത് രണ്ടും റിമൂവ് ചെയ്ത് ഇതിനെ രണ്ട് കോളത്തിലേക്ക് എങ്ങനെ ആക്കാം എന്നുള്ളത് നോക്കാം. TextSplit എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് നമ്മുടെ ഈ സെല്ല് തന്നെയാണ്. ദെൻ നമ്മൾ ഇടേണ്ടത് എന്താണ്, സെമിക്കോളൻ ആണ്. അതിട്ട് കൊടുക്കുന്നു. ദെൻ അഗെയിൻ കോഡ്സിനകത്ത് ഇപ്രാവശ്യം നമുക്ക് വേണ്ടത് ഒരു കോമയും വേണം, സ്പേസും വേണം. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. കണ്ടോ, രണ്ടും സ്പേസ് കൂടി റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി താഴേക്ക് നമുക്ക് ഫോർമുല ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ടോ, എല്ലാവരുടെ പേരും രണ്ട് കോളത്തിലേക്ക് തന്നെ റിട്ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാം, അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ ഒരു ഡീലിമിറ്റർ വരുമ്പോൾ ഉള്ളത് മാത്രമാണ് കണ്ടത്, അല്ലേ? അതായത് ഒരു ഡീലിമിറ്ററിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് കണ്ടത്. അത് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ഡീലിമിറ്റേഴ്സ് ഉണ്ടെങ്കിലും, എത്ര ഡീലിമിറ്റേഴ്സ് നമ്മുടെ ഈ ഒരു ഡാറ്റയിൽ ഉണ്ടെങ്കിലും നമുക്ക് അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കോളംസിലേക്ക് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ അടുത്ത ഷീറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടല്ലോ, പ്രോഡക്റ്റ്, കാറ്റഗറി, കൺട്രി, അതായത് ഓറഞ്ച് ഫ്രൂട്ട് കാനഡ. അതായത് പ്രോഡക്റ്റ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്, കൺട്രി ഉണ്ട്. ഇതൊക്കെ ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഡീലിമിറ്റേഴ്സ് എന്ന് പറയുന്ന കോമയുണ്ട്, സെമിക്കോളനും ഉണ്ട്, അല്ലേ? അങ്ങനെ എത്ര ഡീലിമിറ്റേഴ്സ് ഉണ്ടോ. ഇനിയിപ്പോൾ കൺട്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ID, പ്രോഡക്റ്റ് ഐഡിയോ മറ്റോ ഉണ്ട് എന്ന് വിചാരിക്കുക. അത് കോളനോ മറ്റോ യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സ്ലാഷോ കോളനോ എന്ത് സെപ്പറേറ്റേഴ്സ് ഉണ്ട് എങ്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് നോക്കാം, അല്ലേ? ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു TextSplit ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഈ സെല്ലാണ്. അതിനുശേഷം നമ്മൾ സെമിക്കോളൻ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി എന്തൊക്കെ നമുക്ക് സെപ്പറേറ്റേഴ്സ് ആയിട്ടുണ്ടോ അതൊക്കെ നമ്മളിങ്ങനെ കോഡ്സിനകത്ത് കൊടുക്കുക. ദെൻ കോമ, അഗെയിൻ കോഡ്സ് ഓപ്പൺ ചെയ്യുന്നു. പിന്നെയുള്ളത് സെമിക്കോളൻ ആണ്, അതും കൂടി കോഡ്സിനകത്ത് കൊടുക്കുന്നു. ദെൻ
നമ്മുടെ ഫസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ഈ ഒരു ബ്രേസ് ആണ്. ദെൻ നമ്മൾ എഗെയിൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ട, മൂന്ന് കോളത്തിലേക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോമുല താഴേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കോളത്തിലേക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടല്ലോ, ഇനി ഡാറ്റ എൻട്രി ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു വർക്ക് ഓഫീസിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിങ്ങനെ ഓൺലൈനിൽ ചെയ്തതിന് ശേഷം, അതായത് office.com യൂസ് ചെയ്തതിന് ശേഷം തിരിച്ച് ഡെസ്ക്ടോപ്പിലേക്ക് ഇടാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എഡിറ്റിങ്ങിലേക്ക് പോവുക. എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ കാണാം, ഓപ്പൺ ഇൻ ഡെസ്ക്ടോപ്പ് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ എക്സൽ കൊടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് തന്നെ book 25 എന്നാണ് ഞാൻ അവിടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ book 25 ഇവിടെ തന്നെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാം, അതായത് നമ്മൾ ചെയ്ത എല്ലാ ഷീറ്റും ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഷീറ്റിൽ നമ്മൾ സ്പേസ് ആയിരുന്നു സെപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് ഷീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമയും സ്പേസും ആയിരുന്നു സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അടുത്ത ഷീറ്റിൽ പ്രോഡക്റ്റ്, കാറ്റഗറി, കൺട്രി ഇത്രയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ TextSplit എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പം ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതാ TextSplit എന്നുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്കൊക്കെ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഇങ്ങനത്തെ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. office.com ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു അടിപൊളി ടെക്നിക്കാണ്. അതായത് നമ്മളൊക്കെ ഡാറ്റ പല സ്ഥലത്തുനിന്നും കോപ്പി ചെയ്യാറുണ്ട് അല്ലേ, എക്സൽ ഡാറ്റ പല സ്ഥലത്തുനിന്നും കോപ്പി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അവർ യൂസ് ചെയ്തിട്ടുള്ള ഫോമാറ്റിംഗ് ഒന്നും തന്നെയും വേണ്ടി വരില്ല അല്ലേ. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുള്ള ഫോമാറ്റിംഗ് ഒന്നും തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട എന്നാണെങ്കിൽ എങ്ങനെ ചെയ്യാം, അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡാറ്റയാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഈ ഡാറ്റ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. Ctrl+C പ്രസ് ചെയ്യുന്നു. നമ്മുടെ ഡാറ്റ കോപ്പി ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു പുതിയ ഷീറ്റിലേക്ക് വന്നിട്ട് അത് പേസ്റ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. പുതിയ ഷീറ്റിലോ അല്ലെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ഷീറ്റിൽ തന്നെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഷീറ്റിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, Ctrl+V ആണ് യൂഷ്വലി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് അല്ലേ. അതിൻ്റെ കൂടെ ഒന്ന് ഷിഫ്റ്റ് കീയും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക, അതായത് Ctrl+Shift+V. ഓക്കെ, കണ്ടോ, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഡാറ്റ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫോമാറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഡാറ്റ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാം. എഡിറ്റിങ്ങിൽ പോവുക, ദെൻ ഓപ്പൺ ഇൻ ഡെസ്ക്ടോപ്പ് ആപ്പ് കൊടുക്കുക. അടുത്തായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു ടെക്നിക്കാണ്. അതായത് WrapRows ആൻഡ് WrapColumns എന്നുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഇങ്ങനെയാണുള്ളത്. കാറ്റഗറി എല്ലാം ഒരു കോളത്തിലാണ് ഉള്ളത് അല്ലേ, കണ്ടില്ലേ. അപ്പോൾ ഇതിനെ 3 കോളത്തിലേക്കായിട്ട് എനിക്ക് മാറ്റണം എന്നിരിക്കട്ടെ. എങ്ങനെ മാറ്റാം, അതിനുള്ള ഈസി മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ = അടിക്കുന്നു, ദെൻ WrapColumns എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്യാണ് വേണ്ടത്. Ctrl+Shift ഡൗൺ ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ സെലക്ട് ചെയ്യാം. സെമിക്കോളൻ ഇട്ടതിന് ശേഷം ഒരു കോളത്തിൽ എത്ര വരെയാണ് വേണ്ടത്, എത്ര നമ്പർ ഓഫ് ഡാറ്റ വേണോ ആ നമ്പറാണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 8 ആണ് കൊടുക്കുന്നത്. ഓക്കെ, എനിക്കിവിടെ സെപ്പറേഷൻ വരുന്നത് 8ലാണ്. അപ്പോൾ 8 എന്ന് ഇട്ട് കൊടുക്കുകയാണ്. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ പ്രോഡക്റ്റ്, കാറ്റഗറി, കൺട്രി എന്ന് തന്നെ വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സെക്കൻഡ്സ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടില്ല, അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റയൊക്കെ ക്ലീനപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് WrapRows ഉണ്ട്. അതായത് എത്ര ഡാറ്റ ഉണ്ടോ അതിനെ കംപ്ലീറ്റ് ആയിട്ടും റോയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. WrapRows എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയാണ്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ സെമിക്കോളൻ ഇടുക. ഇത്ര ഐറ്റംസ് ആണ് ഒരു റോയിൽ വേണ്ടത്, ആ ഒരു നമ്പറാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 8 ആണ് ഇടാൻ പോകുന്നത്. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, 8 ഐറ്റംസ് വന്നിട്ടുണ്ട്. അതായത് പ്രോഡക്റ്റ്, കാറ്റഗറി, കൺട്രി, ഇതാണ് നമ്മുടെ ഹെഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റിന് നേരെ ഇങ്ങനെ വന്നിട്ടുണ്ട്, കാറ്റഗറി വന്നിട്ടുണ്ട്, കൺട്രി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടുവരാനുള്ള മെത്തേഡും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും, ഏത് ലേറ്റസ്റ്റ് ഫംഗ്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.